ഹായ് ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയയിൽ വരുന്നത് അപ്പാടെ അന്ധമായി അങ്ങ് വിശ്വസിക്കരുത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു. അത് ഇപ്രകാരമാണ്: ഇന്ത്യയുടെ ഫുൾ ഫോം എന്താണ്? INDIA, ഇൻഡിപെൻഡൻറ്റ് നേഷൻ ഡിക്ലെയർഡ് ഇൻ ഓഗസ്റ്റ്. ഇങ്ങനൊരു പോസ്റ്റാണ് വന്നത്. മലയാളികളടക്കം അനേകം ആൾക്കാർ ഇത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഇത് ഇട്ട ആൾ മലയാളിയാണോ അന്യസംസ്ഥാനക്കാരനാണോ എന്നെനിക്ക് നിശ്ചയമില്ല. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഈ പോസ്റ്റ് പുനരുജ്ജീവിച്ചിരിക്കുകയാണ്. ഒരു ക്വിസിൻ്റെ രൂപത്തിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, തെരുവീതികളിൽ ഒരു ചെറിയ മൈക്രോഫോണും പിടിച്ചുകൊണ്ട് അതിൻ്റെ പേരെന്താണ്, ഇതിൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോരുത്തർ വരുന്നത്. ശരിയായ ഉത്തരം കൊടുക്കുന്നവർക്ക് സമ്മാനവും ലഭിക്കുന്നുണ്ട്. അതിലൊരാളുടെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ഫുൾ ഫോം എന്താണ്? അങ്ങനെ ഒരാൾ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കണം: ഇൻഡിപെൻഡൻസിന് മുൻപ് ഇന്ത്യയുടെ പേരെന്തായിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. അതവിടെ കഴിഞ്ഞു. ഇനിയും ഇംഗ്ലീഷ് പദങ്ങളിൽ കാറ്റിൽ എന്ന വാക്കും അതിൽ നിന്ന് വരുന്ന മറ്റു വാക്കുകളും നമുക്ക് നോക്കാം. കന്നുകാലികൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് പദമാണ് കാറ്റിൽ, CATTLE. പ്രധാനമായും പശു, കാള, എരുമ തുടങ്ങിയ ക്ഷീരമൃഗങ്ങളെ സൂചിപ്പിക്കുന്നു. അവയെ പാൽ, മാംസം, തുകൽ എന്നിവയ്ക്കായി വളർത്തുന്നു. കാറ്റിൽ എന്ന വാക്ക് ബഹുവചന രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്, പീപ്പിൾ എന്ന പോലെ. ദ കാറ്റിൽ ആർ ഗ്രേസിംഗ്, കന്നുകാലികൾ മേയുന്നു. അടുത്ത വാക്ക് ഗോപാലകൻ, കാറ്റിൽമാൻ, കന്നുകാലികളെ മോഷ്ടിക്കുന്നവൻ. കാറ്റിൽ ലിഫ്റ്റർ, കാറ്റിൽ ഡഫർ. കന്നുകാലി വർഗം, ലൈഫ് സ്റ്റോക്ക്. വളർത്തുമൃഗങ്ങൾ മൊത്തത്തിൽ അറിയപ്പെടുന്നത് ഈ വാക്കിനാലാണ്. കന്നുകാലികൾ കോഴി, ആട് എന്നിവ ഉൾപ്പെടെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ചന്തകളിലും കടവുകളിലും കന്നുകാലികളെ വളപ്പിലാക്കി സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലം ലെയ്റിജ്. കന്നുകാലി മേയ്ക്കുന്ന ആൾ ഹേർഡ് ബോയ്, ഹേർഡിൻ്റെ സ്പെല്ലിംഗ് HERD. കന്നുകാലി വളർത്തുകാരൻ സ്റ്റോക്ക് ബ്രീഡർ. കന്നുകാലി തീറ്റ ഫോഡർ. കന്നുകാലികളെ തീറ്റാനേൽപ്പിക്കുക ഏജിസ്റ്റ്, AGIST. കന്നുകാലികളെ സംബന്ധിച്ച കന്നുകാലി വർഗത്തിൽപ്പെട്ട ബോവൈൻ. കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കുന്നതിനുള്ള പാത്രം, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് കഴിക്കാനോ കുടിക്കാനോ ഉള്ള നീളമുള്ള ഇടുങ്ങിയ തുറന്ന പാത്രം. എ ലോങ് നാരോ ഓപ്പൺ കണ്ടെയ്നർ ഫോർ ആനിമൽസ് ടു ഈറ്റ് ഓർ ഡ്രിങ്ക് ഔട്ട് ഓഫ് ഇറ്റ്. അതിൻ്റെ വാക്കാണ് വാട്ടറിംഗ് ട്രോഫ്, TROUGH, അല്ലെങ്കിൽ ട്രോഫ്, TROUGH. രണ്ട് വാക്കിൽ ഉപയോഗിക്കാം, വാട്ടറിംഗ് ട്രോഫ് ഓർ ട്രോഫ്. തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.